ഇക്കുറി ആലപ്പുഴ യു.ഡി.എഫിന് അനുകൂലമായ നിലപാടെടുക്കുമെന്നാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അതൊരു ജനത്തിൻ്റെ ഒരു വികാരം അതാണല്ലോ. 10 വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിലെ സമസ്ത ജനങ്ങളും തകർത്ത് തരിപ്പണമാക്കി. ആലപ്പുഴയുടെ കാര്യം ചോദിച്ചു. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ കയർ മേഖലയുള്ളത്, അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ ഏറ്റവും കൂടുതൽ കയർ തൊഴിലാളികളുള്ളത്. ഈ കയർ തൊഴിലാളികളിൽ ഭൂരിപക്ഷം പിടിക്കുന്ന ചെങ്കുടിയല്ലേ ആ തൊഴിലാളികൾക്ക് ചെയ്തിട്ടുണ്ട്. ഏത് കാര്യം വെച്ചുകൊണ്ട് പിണറായി വിജയന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും? എന്താണ് അവർക്ക് പറഞ്ഞ പ്ലസ് പോയിൻ്റ്? എന്താണ്? കേരളത്തിൽ വ്യവസായം കൊണ്ടുവന്നു, ആലപ്പുഴയിലെല്ലാം കൊണ്ടുവന്നു. 10 വർഷം ഭരിക്കുന്ന നിസ്സാര കാര്യങ്ങൾ. തുടർ ഭരണം കേരള ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം ഒരു മുന്നണി ഭരിക്കുകയാണ്. കേരളത്തിന് ഏതെങ്കിലും മേഖലയിൽ ഒരു നേട്ടമുണ്ടായെന്ന് CPM-കാർ പറയൂ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയ ഒരാളാണ്. അവരുടെ കോർണറിൽ അവരുടെ നേതാക്കന്മാരുടെ പ്രസംഗം കേട്ട ഒരാളാണ്. അവരാരും ശ്രീ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന പോലെ ഒരു വൻകിട പദ്ധതി കേരളത്തിലെ സമസ്ത ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പരിപാടി പിണറായി വിജയൻ കൊണ്ടുവന്നിട്ടില്ല. 73 രാജ്യങ്ങൾ സന്ദർശിച്ച ആളാണ് വ്യവസായം കൊണ്ടുവരാൻ. ഈ നാട്ടിലെ കാശ് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ആലപ്പുഴ ജനങ്ങളെ, അവരെ മുഴുവൻ ചൂഷണം ചെയ്തത് മാത്രമല്ല, ദൈവങ്ങൾക്ക് പോലും പിണറായി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നു പോകാൻ പറ്റിയിട്ടില്ല. ശബരിമല ധർമ്മശാസ്താവ് അദ്ദേഹത്തെ വെറുതെ കിട്ടും. ഹൈക്കോടതിയിൽ ഇടപെടലില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആരാധനമൂർത്തിയായ അയ്യൻ ഇന്ന് ഏതെങ്കിലും മ്യൂസിയത്തിൽ ഇരുന്നേനെ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട. കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ കാറ്റല്ല, അതൊരു കൊടുങ്കാറ്റാണ്. ഒരു സംശയം വേണ്ട. എക്സിറ്റ് പോളൊന്നുമല്ല കണക്ക്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. യഥാർത്ഥ ജനങ്ങളുടെ പോളിംഗ് അറിയാൻ വേണ്ടി, ജനങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി ഒരു സംശയം വേണ്ട. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ +100 ആയിരിക്കും, ഒരു സംശയം വേണ്ട. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമെന്ന് പറഞ്ഞു കേരളം മുഴുവൻ. അങ്ങനെ ഈ കൊടുങ്കാറ്റൊരു പ്രതിഫലനം ആലപ്പുഴ ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നു. എന്തൊക്കെ കാരണമാണ്, എന്തൊക്കെയാണ് ആ കൊടുങ്കാറ്റ് പ്രതിഫലിക്കുന്ന കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പിണറായി വിജയൻ ഈ അധികാരസ്ഥാനത്ത് നിന്നും മാറേണ്ടത്, അധികാരത്തിൻ്റെ ആ ചെങ്കോലും കിരീടവും താഴെ വെക്കേണ്ടത് UDF-ൻ്റെ മാത്രം ആഗ്രഹമല്ല. ഞാൻ ഒത്തിരിയധികം മാർക്സിസ്റ്റ് സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് കമ്മ്യൂണിസം നിലനിൽക്കണം. കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ അധികാരസ്ഥാനത്ത് മാറണം. എഴുതി വെച്ചു. ഈ കേരളത്തിലെ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF-ന് വോട്ട് ചെയ്യും. ആ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ സാമുദായിക സംഘടനകളടക്കം, പട്ടിണിപ്പാവങ്ങളായ ജനങ്ങളടക്കം, അതിന് കൊടിയുടെ നിറമൊന്നുമില്ല, രാഷ്ട്രീയ നിറമൊന്നുമില്ല, അതിനൊറ്റ നിറമേ ഉള്ളൂ. ഈ കേരളത്തെ തച്ചു തകർക്കുന്ന പിണറായിയെ അധികാരസ്ഥാനത്ത് നിന്നും മാറ്റണം. അതിനുള്ളതാണ് ജനങ്ങളുടെ വികാരമാണ്. അത് കാറ്റായി മാറുന്നതും അത് കൊടുങ്കാറ്റായി മാറാൻ പോകുന്നതും. പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് ആലപ്പുഴ ഉണ്ടാകും തീർച്ചയായും താങ്കൾ പറയുന്നു. അങ്ങനെ AD തോമസ് എത്ര വോട്ട് ചെയ്യും? AD തോമസിൻ്റെ ഭൂരിപക്ഷം ഒരു 3000-ന് മുകൾ. ഇപ്പം നമ്മൾ പറയുന്ന എക്സാഗ്രേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ ആലപ്പുഴ രണ്ടായി വെട്ടിമുറിച്ച് പുതിയ മണ്ഡല പുനഃസംഘടന കഴിഞ്ഞിട്ട് ആലപ്പുഴയിലൊരു കോൺഗ്രസിൻ്റെ ഒരു MLA ഉണ്ടായിട്ടില്ല. ഇത്തവണ കണിശമാണ് കോൺഗ്രസിൻ്റെ MLA ഉണ്ടാകും. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. AD തോമസ് എന്ന് പറയുന്നത് ഈ ആലപ്പുഴയിലെ ഒരു പാവപ്പെട്ടവൻ്റെ മുഖമാണ്. അവന് എതിർ സ്ഥാനാർത്ഥി പോലെ കോടികളുടെ ആസ്തിയും സംവിധാനമുള്ള ഒരുത്തനല്ല. അവൻ ജനങ്ങളുടെ ഈ തീരമേഖലകളുടെ പ്രതീകമാണ്. അവൻ പട്ടിണി ഏതാണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊന്നുമ്പ് വള്ളത്തിൽ പോയി കുടുംബം പുലർത്തിയ ഒരാളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷന് അവൻ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. അവൻ്റെ പണമൊന്നുമില്ല. മാത്രമല്ല, പിണറായി വിജയനെ എതിർക്കാൻ നവകേരള സദസ്സ് എന്ന് പറയുന്ന കേരളത്തെ കൊള്ളയടിച്ച ഒരു ധൂർത്തുമായ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നയാളെ ജനാധിപത്യമായ രീതിയിൽ വെറും ഒരു കരിങ്കൊടി, 2 പിള്ളേർ പോയിരുന്ന് കരിങ്കൊടി കാണിച്ചതിന് പിണറായി വിജയൻ്റെ അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ പ്രതീകമായി അയാളുടെ ഗൺമാനാണ് ഇറങ്ങി ഒരു കൊച്ചു ചെറുപ്പക്കാരനെ തലയടിച്ച് പൊട്ടിച്ച് ആ ചോര ചീറ്റിയ ചോര ഈ ആലപ്പുഴ തീരമേഖലകളിലെയും ആലപ്പുഴ കിഴക്കൻ മേഖലകളിലെയും ഒരുമാതിരിപ്പെട്ട ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വികാരം, ആ വിചാരം ഒരു തീയായി ജ്വലിച്ചു നിൽപ്പുണ്ട്. ആ തീ,
അവർ ഈ പോളിംഗ് ബൂത്തിൽ 9-ാം തീയതി അവരത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം നാളെ നമ്മൾക്ക് ഈ സമയത്ത് ഇവിടെ UDF AD തോമസിൻ്റെ വിധിയാഹ്ലാദം ഈ തെരുവീഥികളിലൂടെ രാജവീഥികളെ പോകുന്ന സമയമാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും നാളെ നമുക്ക് കാണാം. റിസൾട്ടിനെയും മാത്രം ഒത്തിരി സ്നേഹത്തോടെ ആലപ്പുഴയിൽ നിന്നും ജോഷി ആര്യാട്, മീഡിയ ന്യൂസ്, ആലപ്പുഴ.